സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ. ദേവദാസൻ പോകുന്നതിലുള്ള സന്തോഷമല്ല, കഴിഞ്ഞ ഒരു മാസക്കാലം ഇവിടെയുള്ള ദൈവജനത്തിന് ആവശ്യമായ ആത്മീയ മന്ന തന്നെ കൂടി ദൈവം വർഷിപ്പിച്ച് നൽകി എന്നതിലുള്ള സന്തോഷമാണ്. ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ, നിമിത്തം പോലെ താൻ ഇവിടെ വരുവാനിടയായിട്ട് തീർന്നു. തന്നെ നമ്മുടെ അസംബ്ലി ക്ഷണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റു പ്രേരണകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പ്രാഥമികമായി ഓർമ്മിപ്പിച്ചതുപോലെ അതൊരു ദൈവത്തിൻ്റെ നിയോഗം എന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. ആ നിലയിൽ തന്നെ അപ്രോച്ച് ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ മാസം കുവൈറ്റ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴാണ്. അതിന് മുമ്പ് പരിചയപ്പെടുന്നത് കോവിഡ് കാലത്ത് നാം തന്നെ വചന ശുശ്രൂഷയ്ക്കായി സൂം മീറ്റിങ്ങിൽ നാം ക്ഷണിക്കുകയുണ്ടായി. എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫോണിൽ തന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. തുടർന്ന് ഒരു വല്ലാത്ത ഹൃദ്യമായ ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അത് തന്നോട് സഹകരിക്കുന്ന എല്ലാവരുമായും താൻ ആ സ്നേഹത്തിൻ്റെ ഹൃദ്യത കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് പ്രിൻസ് ബ്രദറൊക്കെ ഓർപ്പിച്ചതുപോലെ തൻ്റെ അഭിനയാന്വിതമായ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും ഉരുത്തിരിയുന്ന സ്വഭാവ സവിശേഷതയാണ്. കർത്താവ് തന്നെ ഈ നാളുകളിൽ ധാരാളമായി എടുത്തുപയോഗിക്കുന്നു. അങ്ങനെ ആ നിലയിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുവാൻ ഇങ്ങോട്ട് ഓർപ്പിച്ചതുപോലെ 2 ആഴ്ചയിൽ കൂടുതൽ തൻ്റെ സ്ഥലം സഭ വിട്ട് തനിക്ക് നിൽക്കുന്നത് പ്രയാസമാണ് എന്ന് പറഞ്ഞു. ആ 2 ആഴ്ചയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കും പ്രയാസമാണ് എന്ന് ഞാനും പറയുവാനിടയായിട്ട് തീർന്നു. എന്നാൽ അവിടുത്തെ സ്ഥലം സഭയിലെ മൂപ്പന്മാരുടെ അനുവാദത്തോടെ നമ്മുടെ ആവശ്യം അവരെ അറിയിക്കുകയും അവരത് പരിഗണിക്കുകയും അങ്ങനെ ആ സ്ഥലം സഭ തന്നെ നിയോഗിച്ച് അയക്കുകയും ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്ഥലം സഭയോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തനിക്കിവിടെ കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു. ഇവിടെ ആയിരുന്ന നാളുകൾ നമ്മുടെ സ്ഥലം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ, നമുക്ക് ആവശ്യമായ ചിന്തകളാണ് തന്നിൽ കൂടി നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ദീനച്ചൂടിൻ്റെ അത്യുഗ്രാവസ്ഥയിൽ അതിൻ്റെ ആ തീവ്രതയിൽ വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇളം തന്നലിൻ്റെ തലോടൽ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരാജയങ്ങളെ, ജീവിതത്തിൻ്റെ ആത്മീയ വിഷയങ്ങളിലുള്ള നമ്മുടെ സൂക്ഷ്മതക്കുറവിനെ, നമ്മുടെ അലംഭാവത്തെ, ദൈവസഭയോടുള്ള നമ്മുടെ മനോഭാവത്തെ, ദൈവസഭയിലുള്ള നമ്മുടെ ശുശ്രൂഷകളോടുള്ള നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ പ്രതികരണങ്ങളെ ഒക്കെ പരിശോധിക്കുവാൻ തന്നെ ചിന്തകളിടയായിട്ട് തോന്നും. ദൈവസഭ എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന മനുഷ്യപുത്രൻ ദൈവസഭയുടെ മധ്യേ ആഗതനായിരിക്കുന്ന, ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന, ഏറ്റവും ഭക്തിസാന്ദ്രമായിരിക്കുന്ന ദൈവസഭയുടെ സാന്നിധ്യം, അതിന് പലപ്പോഴും നമുക്ക് വേണ്ടത്ര ഗൗരവം നാം കൊടുക്കാറില്ല. നമ്മുടെ അതിൻ്റെ പരിഗണന മറ്റു പലതിനും മുൻഗണന കൊടുത്തുകൊണ്ട് സാഹചര്യം ഒത്തുവന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയിൽ, ദൈവസഭാ കൂട്ടായ്മകളിൽ സാഹചര്യം ഒത്തുവന്നാൽ മാത്രം സഹകരിക്കുന്ന നമ്മുടെ മനോഭാവം, മാത്രമല്ല സഭാ യോഗങ്ങളിലുള്ള നമ്മുടെ പങ്കാളിത്തം, കേവലം സാന്നിധ്യം കൊണ്ട് മാത്രം ആ സഭാ കൂടിവരവുകളെ അതിൻ്റെ പങ്കാളിത്തം വഹിക്കുന്ന നാം, ഇതിലൊക്കെ മാറ്റം വരേണ്ടതിൻ്റെ ആവശ്യകത തന്നിൽ കൂടി നമുക്ക് കേൾക്കുവാനിടയായിട്ട് തോന്നും. ഞാൻ വിശദീകരിക്കുന്നില്ല. തന്നിൽ നിന്നും ദൈവം നമ്മോട് സംസാരിച്ച വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ സന്നിച്ചാനൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദേവദാസനോടുള്ള സാഹിത്യ അസംബ്ലിയുടെ അഗൈതവമായ നന്ദിയും സ്നേഹവും പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. വിശേഷാൽ 2 പേർക്ക് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് കുവൈറ്റിലേക്കുള്ള തൻ്റെ ദൈവ നിയോഗത്തിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ തുടർന്നും തൻ്റെ ശുശ്രൂഷകളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. കുടുംബമായി ശാരീരിക വിവശതയുടെ മധ്യത്തിലും കരുത്തോടെ കർത്താവിന് വേണ്ടി മുന്നേറുവാൻ കർത്താവ് ഏറിയ കൃപ നൽകട്ടെ. തൻ്റെ സ്ഥലം സഭയുടെ ആവശ്യങ്ങളെ നമുക്ക്
ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സഹകരിക്കാം, തുടർന്നും പ്രാർത്ഥനയിൽ നമുക്ക് വഹിക്കാം. ദൈവദാസനോടുള്ള എല്ലാ നന്ദിയും ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു വാക്യം മാത്രം വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 6-ാം 10-ാം വാക്യം. എബ്രായ ലേഖനം chapter 6 verse 10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളതാണ്. നിശ്ചയമായും പ്രതിഫലം വീതിക്കുന്ന നാളിൽ ദൈവമായ കർത്താവ് തന്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാതെ ദൈവം നിശ്ചയമായും തന്നെ ആ നിലയിൽ ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല. കർത്താവ് തന്നെ സഹായിക്കട്ടെ. അതുപോലെ സ്ഥലം സഭയിൽ തൻ്റെ കുവൈറ്റിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്നോട് സഹകരിച്ച നമ്മുടെ സ്ഥലം സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തൻ്റെ വിസ ക്രമീകരണത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്നതിനുള്ള ബന്ധത്തിൽ സണ്ണിച്ചായൻ മുതൽ സാമോൻ ബ്രദർ, വിസ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത ബോബി ബ്രദർ, അതുപോലെ നമ്മുടെ മീറ്റിങ്ങുകളുടെ ക്രമീകരണങ്ങൾ റോബിൻ ബ്രദർ, ബിനു മാത്യു ബ്രദർ, പേരെടുത്ത് വരേണ്ട എല്ലാവരും ഉണ്ട്, ചാൾസ് ബ്രദർ, അങ്ങനെ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു. എല്ലാവരുടെയും കൂട്ടായ സഹകരണവും പ്രാർത്ഥനയും അധ്വാനവും ഈ തൻ്റെ ശുശ്രൂഷകൾക്ക് വിജയത്തിന് കാരണമായിട്ട് തീർന്നു. എല്ലാവരോടുമുള്ള സഭയോടുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഭവനങ്ങളിൽ തന്നെ സ്വീകരിച്ചവര്, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, അങ്ങനെ എല്ലാ നിലയിലും തന്നോട് ആദരങ്ങൾ പ്രകടിപ്പിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്നുള്ള 1 മണിക്കൂർ സമയം നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കാം. ദൈവം തൻ്റെ ആലോചനകൾ തൻ്റെ ദാസനിൽ കൂടി നമ്മെ കേൾപ്പിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മുമ്പാകെ സമർപ്പണ മനോഭാവത്തോടെ നമുക്കായിരിക്കാം. വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ ആൽവിൻ ബ്രദർ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതാണ്.